ഹലോ, എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് വിന്റർ ആയി തുടങ്ങി, നമ്മൾ വെജിറ്റബിൾസ് ഒന്നും നട്ടു തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു നഴ്സറി ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസിന്റെ സീഡ്ലിങ്സ് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ അത് നടാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പൊ നമുക്ക് നട്ടു തുടങ്ങിയാലോ? നമുക്ക് നട്ടു തുടങ്ങാം. അപ്പൊ എന്തൊക്കെയാ ഞങ്ങള് എന്താ പറയാ മേടിച്ചെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് സെലറി ഉണ്ട്, പിന്നെ സെല്ലറി, ഇതൊക്കെ നമ്മുടെ ഹെർബ്സിന്റെ കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളല്ലേ? അതെ, പിന്നെ ലെറ്റസ് ഉണ്ട്. ലെറ്റൂസ് നമുക്ക് ഇടയ്ക്ക് വെജിറ്റബിൾ സാലഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ സാധനങ്ങൾ ഇതെല്ലാം. ഇതും വേറൊരു ലീഫി വെജിറ്റബിൾ ആണ്, കെയിൽ എന്ന് പറയുന്നത്. കെയില് ഇത് നമ്മൾക്ക് ശരിക്കും ഇത് ഞങ്ങള് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കെയില് കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഗാർഡനിൽ നട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. ആ സമയത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഒരു ചെറിയൊരു കയ്പുണ്ട്. അതുകൊണ്ട് ഹൈലി അയൺ കണ്ടന്റ് ഉള്ള സാധനമാണ്. ഇത് വേറൊരു അയൺ കണ്ടന്റ് ഉള്ള സ്പിനാച്ച്. ഞങ്ങൾക്ക് ഫുൾ അയൺ സ്പിനാച്ച് ഉണ്ട്, സിൽവർ ബീറ്റ് ഉണ്ട്, കെയിലുണ്ട്. ഇത് സിൽവർ ബീറ്റ്, ഇത് ഗ്രീൻ സിൽവർ ബീറ്റ് ആണ്. റെഡ് സിൽവർ ബീറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ക്യാബേജ്, പിന്നെ ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ഇത് ബ്രൊക്കോളി, പിന്നെ ഇത് രണ്ട് ടൈപ്പിലുള്ള മൾട്ടി കളർ പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് എനിക്ക് തോന്നുന്നത് വിന്ററിൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ വന്നിട്ട് തന്നെ നമ്മുടെ ഗാർഡനിലും പൂക്കൾ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ട് ഗാർഡന്റെ ഇത് മേടിച്ചു. പിന്നെ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ ഇത്തോടെ മേടിച്ചു. ഞങ്ങൾ ടുലിപ്പ് ഫ്ലവേഴ്സിന്റെ ആ സീഡ്, അത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അതിന് നല്ല വിലയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 സീഡിന് അല്ലേ $30. അതായത് $30 എന്ന് പറയുമ്പോ 1500 രൂപ. 1500 രൂപയുടെ സീഡ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അതൊന്ന് വെച്ച് വെക്കണം. അത് ഞങ്ങള് എന്താ പറയാ, ടുലിപ്പ് ഫ്ലവേഴ്സ് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പൊ അത് ഗാർഡനിൽ ഒന്ന് വെക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇത്തവണ കണ്ടപ്പോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് തപ്പി കുറെ നടന്നായിരുന്നു, കിട്ടിയില്ല. അത് സീസൺ കഴിഞ്ഞു പോയെന്ന് അവര് പറഞ്ഞു. അപ്പൊ ഇത്തവണ ഏതായാലും സമയത്ത് കിട്ടി. അപ്പൊ അതൊന്ന് മേടിച്ച് അത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സവോള, ഒനിയൻ. അത് ഞങ്ങൾ പുതിയതായിട്ട്, ഞങ്ങൾ ഇതുവരെ ഒനിയൻ ഗാർഡനിൽ നട്ടിട്ടില്ല. സ്പ്രിംഗ് ഒനിയൻ ഒക്കെ നട്ടിട്ടുണ്ടെന്നാലും ആദ്യമായിട്ടാ ഒനിയൻ ഞങ്ങൾ നടാൻ വേണ്ടി പോണത്. ഇത് സ്പ്രിംഗ് ഒനിയൻ ആണ്. പിന്നെ ഇത് പാഴ്സ്ലി, ഇത് വേറൊരു ഹെർബ്. ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിൽ നമ്മൾ വിന്റർ വെജിറ്റബിൾസിന് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നു. ഏകദേശം നമുക്കൊരു 6 മാസം കൊണ്ട് എല്ലാം സെറ്റപ്പ് ആക്കി എടുത്ത് ഇനിയിപ്പോ വീണ്ടും ഒരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോ അടുത്ത സമ്മർ ഗാർഡനിങ്ങിനുള്ള സീഡ്ലിങ്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അത്ര നാള് ഇതുകൊണ്ട് ഓടിക്കും. പിന്നെ പ്ലസ് നമ്മുടെ കഴിഞ്ഞ സമ്മറിൽ വിളവെടുത്ത സാധനങ്ങൾ ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പല കമന്റ്സും വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അത് ഇടുന്നതായിരിക്കും കേട്ടോ. അത് കുറെ ഡൗട്ട്സും കാര്യങ്ങളും, പിന്നെ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാകാത്ത കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്കിത് നട്ടങ്ങ് തുടങ്ങാം. ഇപ്പൊ നമുക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് തുടങ്ങാം. നമ്മൾ ഓൾറെഡി കുറച്ച് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അതൊക്കെ നാച്ചുറലി കമ്പോസ്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ. അത് നിങ്ങൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സമ്മർ ഹാർവെസ്റ്റ് ചെയ്ത വെജിറ്റബിൾസിന്റെ കുമ്പളങ്ങ, മത്തങ്ങ, അതിൻ്റെ ഒക്കെ എല്ലാം തൊലിയും പിന്നെ ചായപ്പൊടിയും ഒക്കെ എല്ലാം നമ്മൾ ഓരോന്നോരോ ഗാർഡൻ ബോക്സിൽ ഇട്ട് വിടും. അതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് തന്നെ ഇടുന്നില്ല, നമ്മൾ വേറൊരു ഗാർഡൻ ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മണ്ണൊന്ന് ഇളക്കി ഒന്ന് നിരപ്പാക്കിയിട്ട് ആ ഗാർഡൻ ഫെർട്ടിലൈസറും കൂടെ ഇട്ടിട്ട് നമ്മൾ നടുകയാണ്. ദിവയും കൂടിയിട്ടുണ്ട്. ദിവ ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കിക്കാം, മണ്ണ് നോക്കിയാൽ നല്ല അടിപൊളി ബ്ലാക്ക് സോയില്. നമ്മള് നേരത്തെ ഓൾറെഡി കമ്പോസ്റ്റും ഇതിനകത്ത് അല്ലേ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് അത്ര ഇതായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം പ്രിപ്പയർ ചെയ്യണില്ല. അപ്പൊ ഏതായാലും സമ്മർ ആകുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫുൾ ഒന്നും കൂടെ ചെയ്യേണ്ട വരും.
അപ്പം നമ്മളതിൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ അച്ഛേ? ഫെർട്ടിലൈസർ ഇടണം. അത് ബാലൻസ്ഡ് കംപ്ലീറ്റ് ഗാർഡൻ ഫെർട്ടിലൈസറാണ്. നമുക്ക് വെജീസിനും ഫ്രൂട്ട്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫുള്ളി ഫെർട്ടിലൈസർ ആണ്. എല്ലാത്തിനും മൾട്ടിപർപ്പസ് ആണ്. സ്ലോ റിലീസിംഗ് സ്ലോ റിലീസിംഗ് പയ്യെ പയ്യെ അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്താ പറയാ നമ്മുടെ വെജീസിന് കിട്ടിക്കോളും. നമ്മള് ഹെർബ്സും ലീഫി വെജിറ്റബിൾസ് ഒക്കെ എല്ലാം സെപ്പറേറ്റ് പല പല ഗാർഡൻ ബോക്സിൽ നമ്മൾ ഇത് ചെയ്യുന്നു. വെജിറ്റബിൾ നിനക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാ ദേവാ? വിച്ച് വൺ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? സ്ട്രോബെറി വെജിറ്റബിൾ ആണോ? സ്ട്രോബെറി ഫ്രൂട്ട് അല്ലേ? നമ്മള് മെയിനായിട്ട് നമ്മുടെ ഗാർഡൻ ബോക്സിലായിട്ടാണ് വെക്കാന്ന് വിചാരിക്കുന്നേ. ഇപ്പുറത്തെ സൈഡിൽ വെക്കുന്നുണ്ടോ അച്ഛൻ? ഇവിടെ ഇതില് ഇപ്പൊ വേണ്ട, നമുക്ക് പീസ് എല്ലാം കയറ്റിവിടാം. ബ്രോഡ് ബീൻസ് അല്ലേ? ബ്രോഡ് ബീൻസ് മേടിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്ന് കിളിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ പീസും ഇരിപ്പുണ്ട്. അപ്പം അതിന്റെ രണ്ടിന്റെ സീഡ്ലിങ്സ് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് റാഡിഷ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ സീഡാ മേടിച്ചേക്കുന്നത്. അപ്പൊ അതും കൂടെ സീഡ്ലിങ്സ് ആക്കി എടുക്കാനുണ്ട്. എന്നിട്ട് അതിടാന്ന് വിചാരിച്ചു. ഈ സൈഡിൽ ഇനിയിപ്പം ഇച്ചിരി പണിയുണ്ട്. നമുക്ക് അധികം കളയൊന്നും ഇല്ല, കാരണം നമ്മൾ ആ വീട്മാറ്റ് വിരിച്ചിരുന്നതുകൊണ്ട് അധികം കളയൊന്നുമില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെ നമ്മുടെ ഈ കറുകപ്പുല്ലി കണക്കത്തെ നാട്ടിലത്തെ വലിച്ചാ വരുന്ന ഭയങ്കര പാടല്ലേ, അത് കണക്കത്തെ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ. അത് ഈ നമ്മുടെ ആ വീട്മാറ്റ് ഇളകി പോന്നിരുന്ന സ്ഥലമില്ലേ, അവിടെയാ പിന്നെ വന്ന് കിടക്കും. അപ്പൊ അത് മുഴുവൻ ഇങ്ങനെ പറിച്ചു കളയണം. മറ്റേ ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസർ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നതിന്റെ മിച്ചം വന്നിരുന്ന ഫെർട്ടിലൈസർ കേട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതിനകത്ത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, ട്രേസ് എലമെന്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് സാധന. സ്ട്രോങ് വിഗറസ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലെന്റിഫുൾ ഹെൽത്തി ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഹൗ ടു യൂസ് എന്നുള്ളതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈവൻ എല്ലാം ട്രീസും ഷ്രബ്സിനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ് എല്ലാത്തിനും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പത്തേ ഞാൻ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, ജസ്റ്റ് അതൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അത് മോള് മാത്രം കിടക്കില്ലല്ലോ, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് മാസത്തിലൊന്ന് ജസ്റ്റ് കുറച്ച് വീതം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾ നല്ലപോലെ വളർന്നോളും. നല്ലപോലെ എന്താ പറയാ നനഞ്ഞു കിടക്കുവാ ഇപ്പൊ കേട്ടോ, കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നനഞ്ഞു കിടക്കും. ഇനിയും 2-3 ദിവസം മഴയാന്നാ പറഞ്ഞേ നമ്മുടെ വെതർ റിപ്പോർട്ട് അനുസരിച്ച്. അപ്പം പിന്നെ എന്താ പറയാ ഇപ്പം നടാൻ ബെസ്റ്റ് ടൈമാന്ന് വിചാരിച്ച്. അമ്മ ഇട്ട് കഴിഞ്ഞിട്ട് കൊച്ചിളക്കി ഇപ്പറ വന്ന് നിൽക്കുക, അമ്മയുടെ പുറകെ വന്ന് നിൽക്കുക. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മണ്ണിങ്ങനെ ഇറങ്ങി പോകും. അപ്പൊ നമുക്ക് എല്ലാ വർഷവും ഇതിനകത്ത് മണ്ണും കമ്പോസ്റ്റും ഒക്കെ നിറയ്ക്കേണ്ടത്. ഇത് നമ്മൾ നടാൻ പോണത് നമ്മുടെ സിൽവർ ബീറ്റാ. ഇത് നമ്മളുടെ വൈറ്റ് സിൽവർ ബീറ്റ് ആണ്. അപ്പം ഇത് നല്ലപോലെ ഇങ്ങനെ ഇത്ര ഒന്നും പൊക്കം വെക്കും കേട്ടോ. നല്ല വൈഡ് ലീഫും ഇതിൻ്റെത്. അപ്പൊ നമ്മൾ ഓരോന്ന് വീതം നട്ട് കൊടുക്കാം കേട്ടോ. ഒരെണ്ണത്തിൽ തന്നെ കുറെ ഉണ്ട്. സ്പ്രെഡാക്കി വെച്ചു മുകളിലേക്കല്ലേ പോകുന്നത്. 3 റോ ആയിട്ട് വെച്ച് കൊടുക്കുവാണേ. നമ്മുടെ സിൽവർ ബീറ്റ് നമ്മളിതേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 റോ ആയിട്ട് ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം സീഡ്ലിങ്സ് കിട്ടിയിട്ടുണ്ട്, ഇനിയും ഉണ്ട്. കുറച്ചധികം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി ബാക്കി ഇവിടെ നമുക്ക് ഇവിടുത്തെ പാക് ചോയ് നടാം കേട്ടോ. പാക് ചോയ് ഇത് 6 സീഡ്ലിങ്സേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ നടാനുള്ളതേ ഉള്ളൂ. അത് ഇച്ചിരിയും കൂടെ ഒരു നീളമുള്ള സീഡ്ലിങ്സ് നമുക്ക് കിട്ടി, അതുകൊണ്ട്
അത്ര പ്രശ്നമല്ല. പിന്നെ ഈ ഗാർഡൻ ബോക്സ് കുറച്ച് ചെറുതാ, അപ്പം പിന്നെ അത് 2 റോ ആയിട്ട് കൊടുക്കാം. നമ്മുടെ പാക്ചോയി നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് കുറച്ച് കെയിലാട്ടോ. അപ്പം കെയിൽ നമ്മൾ ഇത്തവണ വെച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ വെച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഇതും 6 സീഡ്ലിങ്സ് ഉണ്ട്. അപ്പം അത് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അങ്ങനെ അവിടെ 2 നട്ട് ഈ ഗാർഡൻ ബോക്സിൽ 4 കൂടെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 4 ആയി. പിന്നെ ഉള്ളത് സെല്ലറിയാ. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ ഗാർഡനിൽ പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ ഒരു ഗാർഡൻ ബോക്സിൽ തന്നെ പല വെജിറ്റബിൾസ് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഗാർഡൻ പ്ലാനേഴ്സ് ഇല്ലേ, അതിനകത്ത് കമ്പാനിയൻ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതൊക്കെ പ്ലാന്റ്സ് ടുഗദർ വെക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം അങ്ങനെ വെക്കുമ്പം നിങ്ങൾക്ക് വളരാൻ ഇച്ചിരി കൂടി ഇഷ്ടം തോന്നും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാണ്ട് അതുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുവാണെങ്കിൽ അതുങ്ങൾ നല്ലപോലെ വളരും. അപ്പം ഇപ്പം നമ്മുടെ സെല്ലറിയും അത് കണക്ക് തന്നെ കോളിഫ്ലവർ, ക്യാബേജ്, ഒനിയൻ, ഇതൊക്കെ കമ്പാനിയൻ പ്ലാന്റ്സ് വരുന്ന. അപ്പം അതൊക്കെ നമ്മൾ ഈ ടുഗദർ ഇങ്ങനെ വെച്ച് പോവാണ്. നല്ല പോലെ റൂട്ടായേക്കുന്നത് കണ്ടോ, സെല്ലറി കണ്ടോ, നല്ല പോലെ റൂട്ടായി നല്ല ഇതായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അപ്പം സെല്ലറി നമുക്ക് ചില്ലി ബീഫും ചില്ലി പോർക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് കണക്ക് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ല, ചൈനീസ് ഫ്രൈഡ് റൈസിനകത്തൊക്കെ അവർ ഇത് ഇടുന്നതാണ്, സെല്ലറിയുടെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് നമ്മുടെ ക്യാബേജ്. അതേ കണ്ട, ക്യാബേജിന്റെ 6 സീഡ്ലിങ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ നട്ടു കൊടുക്കും. ക്യാബേജ് നടുമ്പോൾ ഇച്ചിരി ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം. ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും നമ്മൾ ഒരു ഇച്ചിരി സ്പേസ് ഇട്ട് വേണം ഇതെത്താൻ. കാരണം അതിന്റെ ലീഫൊക്കെ കുറച്ച് വൈഡായിട്ട് വരുന്നതല്ലേ. ഇനിയുള്ളത് നമ്മുടെ ഒനിയൻ കേട്ടോ. ഒനിയൻ ഒത്തിരി ഉണ്ട്, അത് ചെറുതല്ലേ. അപ്പൊ ഒരു ഇച്ചിരിയും കൂടെ അടുപ്പിച്ചാണേലും നമുക്ക് വെച്ച് പോകാം. ആദ്യം തുള അങ്ങിട്ട് കൊടുത്തിട്ട് ഇതങ്ങ് നടാം. നമ്മള് നാട്ടില് ഞാറ് നടുന്ന കണക്ക് നട്ട് കൊടുക്കാം. ഈ ഗാർഡൻ ബോക്സിൽ നമുക്ക് ബ്രക്കോളി നട്ട്, ഇതൊരു 6 സീഡ്ലിംഗ് ഉണ്ട്. ഇത് ബ്രക്കോളിയാണ്. വേറെ നമ്മൾ കഴിഞ്ഞ വർഷം ബ്രക്കോളി വിളവെടുത്തപ്പോ ഒരു കമന്റ് വന്നായിരുന്നു, ബ്രക്കോളിനി എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട്. ഇത് ആക്ച്വൽ ബ്രക്കോളിയാണ്. അത് കഴിഞ്ഞപ്പോഴാ ഞാനും അതിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടോ, ശരിക്കും ബ്രക്കോളിനി ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ നട്ടത് ബ്രക്കോളി ആയിരുന്നു. എന്തായാലും നമുക്ക് ഈ ലേബിൾ ഇവിടെ വെച്ചേക്കാം, അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഓരോന്നിനും എത്ര മാസം എത്ര ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് നമ്മൾ ഗാർഡൻ പ്ലാനർ ഉണ്ട്. അപ്പൊ അത് നോക്കി നമ്മൾ മനസ്സിലാക്കുന്നത് എത്രയാന്നുള്ളത് കേട്ടോ. അതിന്റെ ഇടയ്ക്കോട്ടെ നമുക്ക് ഒനിയൻ വെക്കാച്ചു, രണ്ട് സ്ഥലം പോകാണ്ടേ. ഇതിന്റെ ഇടയ്ക്ക് ഒനിയൻ നമുക്ക് കമ്പാനിയൻ പ്ലാന്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാേ. സ്നെയിലൊന്നും വന്ന് തിന്നാണ്ടിരുന്നാൽ അതൊരു വേറൊരു കാര്യം, അത് വേറെ മെയിൻ്റെനൻസ് ഉണ്ട്. അത് സ്നെയിലിന് വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ മുട്ടത്തോടെ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ് മേടിച്ചില്ലായിരുന്നോ, ചെറിയൊരു പെലറ്റ്സ് പോലെ നമ്മൾ പഴയ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് ഒനിയൻ കുറെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോളിഫ്ലവർ വെച്ചപ്പോ ഒത്തിരി അടുത്ത് പോയായിരുന്നു അല്ലേ. കാരണം അതിനെ വളരാനൊരു പ്രയാസമായിരുന്നു. അതിനൊക്കെ തന്നെ ഒത്തിരി അടുത്ത് വേണ്ടത്ര ഈ ഇലകൾ അങ്ങ് വിടർന്ന് നിൽക്കുമ്പോഴേ കൺജസ്റ്റഡ് ആകുമായിരുന്നു. അങ്ങനെ സ്പിനച്ച് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രാത്രിയായി തുടങ്ങി കേട്ടോ. നമ്മള് ഇച്ചിരി എന്താ പറയാ, ഇപ്പൊ തണുപ്പായതുകൊണ്ട് നേരത്തെ തന്നെ രാത്രിയാവും. അറൌണ്ട് 5:30 ആയിട്ടുള്ളൂ, ഇരുട്ടായി. അപ്പൊ ഞങ്ങള് നിർത്തുവാ. കാരണം ഈ സൈഡിൽ ഫുള്ള് വെജി ഏതായാലും നട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ എന്താ പറയാ ഇന്നത്തെ ഒരു ഹാർഡ് വർക്ക് അല്ലേ, ഗാർഡനിങ് എഫർട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് വളരെ തോന്നി. ഇനിയിപ്പൊ നമ്മുടെ സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ് കൂടെ ഇടാനുണ്ട്. ഞങ്ങൾ അത് എടുത്തോണ്ട് വരുന്നു, ഇടാൻ വേണ്ടി പോവാണ്. അപ്പം ഇരുട്ടാകുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യണം കേട്ടോ. കമന്റ്സ് ഇടാൻ മറക്കരുത്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇട്ടോളൂ, നമുക്കറിയാലോ എന്തൊക്കെയാ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നൂടെ അറിയാം. അപ്പം അതുപോലെ തന്നെ ആർക്കെങ്കിലും വീഡിയോസ് ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതും ഞങ്ങൾക്ക് കമന്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.